വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ മരണം കൊലപാതകമാണെന്ന് ആവർത്തിച്ച പിതാവ് കെ.സി. ഉണ്ണി. കൊലപാതകത്തിന് പിന്നിൽ സ്വർണ്ണ മാഫിയയാണെന്നും മരണശേഷമാണ് ഡ്രൈവർ അർജുൻ ക്രിമിനലാണെന്ന് തിരിച്ചറിഞ്ഞതെന്നും പിതാവ്. CBI അന്വേഷണത്തിലും കുടുംബത്തിന് നീതി ലഭിച്ചില്ല. അന്വേഷണ ഉദ്യോഗസ്ഥൻ സ്വാധീനിക്കാൻ ശ്രമിച്ചെന്നും പിതാവ് കെ.സി. ഉണ്ണി മാധ്യമങ്ങളോട് പറഞ്ഞു. ബാലഭാസ്കറിന്റെ ഡ്രൈവർ അർജുൻ പെരിന്തൽമണ്ണ സ്വർണ്ണക്കടത്ത് കേസിൽ അറസ്റ്റിലായ പശ്ചാത്തലത്തിലാണ് കെ.സി. ഉണ്ണി മാധ്യമങ്ങളോട് സംസാരിച്ചത്. അർജുന്റെ അറസ്റ്റ് മാധ്യമങ്ങളിലൂടെയാണ് അറിഞ്ഞതെന്ന് പറഞ്ഞ കെ.സി. ഉണ്ണി ബാലഭാസ്കറിന്റെ മരണം കൊലപാതകമെന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നതായും അറിയിച്ചു. ചാനലിൽ കൂടി അറിഞ്ഞു, മീഡിയ കൂടി അറിഞ്ഞു ഇങ്ങനെ അറസ്റ്റിലായിരുന്നു. അതല്ലാതെ വേറെ ഇൻഫർമേഷൻ ഒന്നുമില്ല. അത് അവനെ കൊന്നതാണെന്നുള്ളത് തന്നെ എനിക്ക് പറയാനുള്ളത്. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് ശേഷം ആവിഷ്കരിച്ച CBI അന്വേഷണത്തിലും തങ്ങൾക്ക് നീതി ലഭിച്ചില്ല. അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെ സ്വാധീനിക്കാൻ ശ്രമിച്ചുവെന്നും ഉണ്ണി ആരോപിച്ചു. അർജുനെതിരെയുള്ള കേസ് കുടുംബം പിൻവലിച്ചാൽ മോട്ടോർ ആക്സിഡന്റ് ക്രൈം ട്രിബ്യൂണലിൽ അർജുൻ നൽകിയ കേസ് പിൻവലിപ്പിക്കാം എന്നായിരുന്നു വാഗ്ദാനം. കാരണം ആ ഒറിജിനൽ കേസ് പിൻവലിക്കാമെങ്കിൽ ഈ MA-CTയുടെ കേസ് പിൻവലിക്കാമെന്ന് പറഞ്ഞു അനന്തകൃഷ്ണൻ. ഞാൻ പറഞ്ഞു അത് വേണ്ട, നടക്കട്ടെ എന്നല്ല പറഞ്ഞു. ബാലഭാസ്കറിന്റെ ഭാര്യ ലക്ഷ്മിയും കുടുംബവും തങ്ങളോട് സംസാരിക്കാറില്ലെന്നും കാരണം എന്താണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ലെന്നും കെ.സി. ഉണ്ണി പറഞ്ഞു. ലക്ഷ്മിയായിട്ട് യാതൊരു കോണ്ടാക്റ്റും ഇല്ല. അവൾ നമ്മളെ ബോയ്ക്കോട്ട് ചെയ്തിരിക്കുകയാണ്. അവർ നമ്മളോട് സംസാരിക്കുമോ, നമ്മൾ അങ്ങോട്ട് വിളിച്ച് അവർ ഫോൺ എടുക്കുകയോ ഒന്നും ചെയ്യില്ല. എന്താണ് കാര്യമെന്ന് അറിഞ്ഞൂടാ. അർജുൻ മുമ്പ് ഒരു ATM കവർച്ച കേസിലും മറ്റൊരു മോഷണ കേസിലും പ്രതിയായിരുന്നു. ബാലഭാസ്കറിന്റെ മരണശേഷമാണ് ഇക്കാര്യം കുടുംബം അറിയുന്നത്. ബാലഭാസ്കറിനെ കൊലപ്പെടുത്തിയത് സ്വർണ്ണക്കടത്ത് സംഘമാണ്. വിഷ്ണു, തമ്പി തുടങ്ങിയ ആളുകളാണ് ഇതിന് പിന്നിലെന്നും കുറച്ചുകാലം ഇവർ ജയിലിലായിരുന്നുവെന്നും കെ.സി. ഉണ്ണി ആരോപിച്ചു. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ജ്വല്ലറി ഉടമയെ പെരിന്തൽമണ്ണയിൽ വെച്ച് ആക്രമിച്ച് 3.5 കിലോ സ്വർണം കവർന്നത്. കേസിൽ ബാലഭാസ്കറിന്റെ ഡ്രൈവർ അർജുൻ അടക്കം 13 പേരെ പോലീസ് പിടികൂടിയിരുന്നു. ജനം, തിരുവനന്തപുരം.